21 യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. അതിന് സുവിശേഷകൻ പറയുന്നത് രാജകീയ പ്രവേശനമല്ല, രാജകീയ പ്രവേശനം. അതൊരു പ്രവചനമാണ്. സക്കറിയ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, സിയോൻ പുത്രി നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരുമെന്ന്. ആ പ്രവചനം അവിടെ നിറവേറുകയാണ്. 21 മർക്കോസ് 11 എല്ലാം ഇതാ. അതില് മത്തായി യേശുക്രിസ്തുവിന്റെ പ്രവേശനത്തെ ഒരു രാജാവിന്റെ പ്രവേശനമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. മർക്കൂസ് നേരെ തിരിച്ചാണ് കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ മത്തായി 20-21 പറയുന്നത് നഗരം ഇളകി, നഗരം ഇളകി. അതിന്റെ മൂലഭാഷ ഭൂമി കുലുങ്ങി എന്നാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അതിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഈ യെരുശലേം എന്ന് പറയുന്ന ഒത്തിരി രാജാക്കന്മാര് കയറിയ സ്ഥലമാണ്. നീറോ ചക്രവർത്തി, വെസ്റ്റൻ ചക്രവർത്തി, ടാജൻ ചക്രവർത്തി, പിന്നെ അശൂർ രാജാക്കന്മാര്, ഗ്രീക്ക് രാജാക്കന്മാര്, പേർഷ്യൻ രാജാക്കന്മാര്, ഇവരെല്ലാവരും യെരുശലേം പിടിച്ചെടുത്ത് യെരുശലേമിലേക്ക് കയറി. പക്ഷെ അവരാരും കയറിയിട്ടും ഭൂമി കുലുങ്ങിയില്ല. അലക്സാണ്ടർ 2 സൈഡിലും പട്ടാളക്കാരെ നിർത്തി സല്യൂട്ടൊക്കെ അടിച്ച് അലക്സാണ്ടർ അങ്ങോട്ട് കയറി. എന്നിട്ട് ഒരു കരിയില പോലും അതിനകത്ത് അനങ്ങിയില്ല. പക്ഷെ യേശു കയറിയപ്പോൾ ഭൂമി കുലുങ്ങി. സ്തോത്രം പറഞ്ഞേ, ഭൂമി കേട്ടോ. അനേക രാജാക്കന്മാർ യെരുശലേമിൽ കയറിയിട്ട് അതിന്റെ ഒരു മൂല പോലും അനങ്ങിയില്ല. എന്നാൽ നമ്മുടെ യേശു കയറിയപ്പോൾ വലിയ കുലുക്കമുണ്ടായി. അതിൽ നിന്നൊന്ന് നമ്മൾ പഠിച്ചു, മനുഷ്യൻ സന്ദർശിക്കുന്നത് പോലല്ല കർത്താവിന്റെ സന്ദർശനം. സ്തോത്രം പറഞ്ഞേ, മനുഷ്യൻ സന്ദർശിക്കുന്നത് പോലല്ല യേശു ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു ദേശത്ത് യേശു പ്രവേശിക്കുന്നത്. യേശു കാലുകുത്തുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ വരും. ഓക്കെ, കഴുതയുടെ പുറത്ത് യേശു ഇരുന്നു ആ ദേശത്തോട്ട് പോയി. ഇവിടെ ചില പാഠങ്ങൾ പഠിക്കണം കേട്ടോ. കഴുതയുടെ പുറത്ത് വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ? അതിന്റെ അർത്ഥം കഴുത താണതല്ല, യേശു താണതാ. കഴുതയ്ക്ക് താഴാനുള്ള ബോധമില്ല, ഇത് യേശു ആണെന്നോ, യേശു വരുമ്പോൾ ഞാൻ താണു കൊടുക്കണമെന്നോ, എൻ്റെ മുകളിൽ യേശു കയറി ഇരിക്കുന്ന മുമ്പോട്ട് പോണമെന്നൊന്നും ഉള്ള ബോധം ഇതിനില്ല. പക്ഷേ യേശു അതിന്റെ പുറത്ത് താണു കയറി. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ലോകമാണോ താഴേണ്ടത്, നമ്മളാണോ താഴേണ്ടത്? സ്തോത്രം പറ. കഴുതയാണോ താണത്, യേശുവാണോ താണത്? സ്തോത്രം. യേശു അല്ല, കഴുതയല്ല താണത്, യേശുവാ താണത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ദൈവമക്കളെ, ലോകമല്ല താഴേണ്ടത്, നിങ്ങളും ഞാനുമാണ് താഴേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ. അല്ലെങ്കിൽ കഴുതയല്ല താഴേണ്ടത്, കാണാനുള്ള ബോധം കഴുതയ്ക്കില്ല. ആമേ. എന്നാൽ യേശു അതിന്റെ മുകളിൽ കാന്തിയത് താണ് കയറി. ഇത് നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ട് ലോകക്കാര് താണ് എൻ്റെ അടുക്കലോട്ട് വരട്ടെന്നും പറഞ്ഞാണ് ചിലരിയ്ക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് അവർ വേണേ വരട്ടെ. അങ്ങനെ എന്നാ കഴുതാണ് എൻ്റെ അടുക്കലോട്ട് വരട്ടെന്നാണോ യേശു തീരുമാനിച്ചത്? ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണോ യേശു ചെയ്തത്? അപ്പൊ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ലോകമല്ല താഴ്ന്നത്, ഞാനാണ്. ഞാൻ താണിറങ്ങി പലരെയും സന്ദർശിക്കും. ഞാൻ താണിറങ്ങി പലരുടെയും അടുക്കൽ പോകും. ഞാൻ താണിറങ്ങി പലരുടെയും മുൻപിലെത്തും എന്നിന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം. കണ്ടോ, കഴുതയല്ല താണത്, യേശുവാണ്. കഴുത യേശുവിന്റെ മുകളിൽ ഇങ്ങനെ ഉയർത്തി മുമ്പോട്ട് പോയപ്പോൾ എന്തുണ്ടായി? 21:10 തൊട്ട് വായിച്ചാൽ മതി. മത്തായി കേട്ടോ, എടുത്തു വെച്ചു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് കാണാം. കഴുത ഇങ്ങനെ യേശുവിനെ ഉയർത്തി മുൻപോട്ട് പോയപ്പോൾ എന്തുണ്ടായി? കഴുത കാലു വെച്ചിടത്തെല്ലാം ഇളക്കമുണ്ടായി, അവിടെയെല്ലാം കുലുക്കമുണ്ടായി കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. കഴുത കാലി ചവിട്ടിയാൽ അവിടെ എല്ലാം ഇളകുവോ? സ്തോത്രം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാ, കുലുങ്ങിയെന്നും ഇളകിയെന്നും ഒക്കെ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാന്നറിയോ? കഴുത ഒരു ബലഹീന ജീവിയാ, ബുദ്ധിയില്ലാത്ത ജീവിയാ.
ശക്തിയില്ലാത്ത ജീവിയാ. പക്ഷെ കഴുതയുടെ മോളിൽ കയറിയവൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ ഹല്ലേലൂയ. ആരാണ്? അവൻ സർവശക്തനാണ്. ആമേൻ. പ്രൈസ് സ്തോത്രം. ദി ലോർഡ്. കഴുത ഹല്ലേലൂയ. ബലഹീനമാണെങ്കിലും കഴുതയിൽ പ്രവേശിച്ചവൻ ബലഹീനനല്ല. അതുകൊണ്ട് ഇന്ന് ആമേൻ. രാത്രി നമ്മൾ സ്തോത്രം. അറിയേണ്ടത്, സ്തോത്രം. നമുക്ക് സ്തോത്രം. കുറവുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും നമുക്ക് ബലഹീനത ഉണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും തകർച്ച ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചവൻ ശക്തനാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അവൻ സ്തോത്രം. ശക്തനാണ്. സ്തോത്രം. സ്തോത്രം. നമ്മൾ കാല് വെക്കുമ്പോൾ ഇളകും. കാരണം നമ്മുടെ കാലിന്റെ മിടുക്കല്ല, നമ്മൾ ഉയർത്തുന്ന ആളിന്റെ മിടുക്ക. മുകളിൽ ആമേൻ. ഇരിക്കുന്ന ആളിന്റെ സ്തോത്രം. ശക്തിയാ സ്തോത്രം. കഴുത കാല് വെച്ചപ്പോ അവിടെ എല്ലാം ഇളകിയത്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം നിങ്ങൾ ദൈവത്തെ ഉയർത്തിയാൽ അതിന്റെ ശക്തി എന്ത് നടക്കും? കഴുത കാല് വെച്ചപ്പോ അവിടെ എല്ലാം ഇളകിയില്ലേ എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകും നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം ദൈവത്തെ ഉയർത്തുമ്പോൾ അതിന്റെ ശക്തി നിന്റെ കാല് വെക്കുന്നിടത്ത് വെളിപ്പെടും. ഹല്ലേലൂയ പറഞ്ഞേ. കാല് കുത്തിയപ്പോൾ അവിടെ ഇളകിയ നഗരം 21:10 വായിച്ച് കേൾക്കാൻ നിങ്ങൾക്ക്. മത്തായിയുടെ സുവിശേഷം. ആ, ദേ ഇളകി. കാല് വെച്ചപ്പോ എങ്ങനെയാ അത് ഇളകിയത്? നഗരം എങ്ങനെ ഇളകിയത്? സ്വോത്രം പറഞ്ഞ്. നഗരം ഇളകിയത് മുകളിലിരിക്കുന്നവന്റെ ശക്തി കഴുത കാല് വെച്ചപ്പോൾ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നിന്റെ സ്തോത്രം. കാല് സ്തോത്രം. കുത്തുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടുകയില്ലേ? ആമേൻ. വെളിപ്പെടത്തില്ലേ? സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞ്. നീ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ നിന്റെ കാല് കുത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉപമയുടെ അർത്ഥം ഒരു പോയിന്റ് ഒന്നുകൂടെ പറയാം. സഭ വളരണം. സഭ വളരണം. സഭയുടെ കാര്യങ്ങൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ. സഭ വളരണം എന്നുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശു ശിഷ്യന്മാരുമാണ് സഭ. യേശു ശിഷ്യന്മാരും. അവരുടെ നടുക്ക് നിന്ന്, യേശുവിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും ജാതികൾക്ക് എന്ത് പോയി? അപ്പവും മീനും. അപ്പൊ സഭയ്ക്കകത്തുനിന്ന് വിടുതലും നന്മയും വെളിയിലോട്ട് പോകാതെ സഭ വളരുക. നിങ്ങൾ പറഞ്ഞാട്ടെ, 15,000 പേര് യേശുവിൻ്റെ ചുറ്റും കൂടിയപ്പോൾ ആ കൂടിയവർക്കെല്ലാം യേശുവിൻ്റെ അകത്തു നിന്നും ശിഷ്യന്മാരുടെ അകത്തു നിന്നും അപ്പവും മീനും വെളിയിലോട്ട് പോയതുപോലെ സഭയ്ക്കകത്തു നിന്ന് വിടുതൽ പോകണ്ടേ പുറത്തോട്ടെ? ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കളിൽ നിന്ന് വിടുതൽ പുറത്തോട്ട് പോകാതെ ആരും ഇങ്ങോട്ട് വരുമോ? ഒന്ന് പറയാവോ? ഞാൻ ആ സഹോദരിക്ക് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി, എന്നിൽ നിന്നൊരു നന്മ പുറത്തോട്ട് പോയി. അങ്ങനെ നമ്മളിൽ അപ്പവും മീനും ഉണ്ടെങ്കിൽ എല്ലാം വെളിയിലോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞത്. അല്ലാതെ അങ്ങനെ സഭ എന്നും കുന്നും 10 പേരും 15 പേരുമായിട്ട് ഇങ്ങനെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറത്തോട്ട് അനുഗ്രഹം പോണം. യേശുവും ശിഷ്യന്മാരുമാണ് സഭ. അവരുടെ അകത്തു നിന്ന് ഈ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ജനത്തിനും മീനും അപ്പവും പോയി അവർ തിന്ന് ശേഷിച്ചു. നമ്മുടെ സഭയ്ക്കകത്തിന് പുറത്തോട്ട് എന്ത് പോകുന്നുണ്ട്? പറഞ്ഞാട്ടെ, പുറത്തോട്ട് എന്ത് പോയി? ഒരു നല്ല സാക്ഷ്യം പോലും പുറത്തിറങ്ങി പറയാൻ നമ്മുടെ വിശ്വാസികൾക്ക് ഇല്ല, കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാരും അവനവന്റെ കുഞ്ഞുങ്ങൾ, ഭാര്യ, മക്കള് കൂടി വന്നാലേ ആയിട്ടൊന്ന് പ്രാർത്ഥനയ്ക്ക് വന്നേക്ക്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ആരൊക്കെ ഉണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരെ? അന്യഭാഷ ഇല്ലാത്തവരാരുണ്ട്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദൈവമാണ്. അങ്ങനെയാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആ നിറവ് പ്രാപിക്കണ്ടേ? കുട്ടികളെ നിങ്ങൾ എന്തേ കാണിക്കും? നിങ്ങൾ എന്തിനാ പുസ്തകം വെച്ചോണ്ട് എഴുതുകയാണ് ഇവിടെ? ഇത് ആരാധന. ഇങ്ങോട്ട് നോക്ക്. പേനൊക്കെ മടക്കി വെയ്. പേനൊക്കെ മടക്കി വെക്കാൻ എന്നെ നോക്കണം കേട്ടോ. ഒക്കെ അടിമടിക്കും എൻ്റെ ഇന്ന്. അവിടെ നിന്ന് കളിക്കരുത്. എല്ലാരോടും പറയുന്നു കേട്ടോ. സൗകര്യം പിന്നെ കുഴപ്പമില്ല, ദൈവകൃപയൊക്കെ ഉള്ള ആളാണ്. സഹോദരിമാർക്ക് 2 പേർക്കും കുഴപ്പമില്ല. ഈ സഹോദരന്മാരാണ് എല്ലാരും പാവങ്ങളാണ്. ഇച്ചിരി ഉറക്കെയൊക്കെ പറഞ്ഞില്ലേ അവന്മാർ എന്ത് ചെയ്യത്തില്ല, പേടിക്കത്തില്ല. അതുകൊണ്ടാണ്. അവൻ നല്ല വിശ്വാസിയാ. ഒരു അന്യഭാഷയൊക്കെ ഉണ്ട്. അവൻ ഇന്നാളെ സ്വപ്നമൊക്കെ കണ്ടു. ഇന്നാളെ സ്വപ്നം കണ്ടില്ലടാ? എന്നായിരുന്നു? ഒരു ദിവസം ദർശനം കണ്ടില്ലേ?
കണ്ടു. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാരും. പ്രൈസ് ദി ലോർഡ്. അപ്പം സഭയ്ക്കകത്തുനിന്നും വെളിയിലോട്ട് എന്ത് പോകണം? നന്മ. അല്ലാതെ വളരില്ല ദൈവമക്കളെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളിവിടെ വന്ന് 2 പാട്ട് പാടിയാലൊന്നും വളരത്തില്ല. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് രോഗശാന്തി, സമാധാനം, വിടുതൽ, അനുഗ്രഹം, ദൈവമക്കൾക്ക് സന്തോഷം, സമാധാനം വെളിയിലോട്ട് പോയി വന്നിരിക്കുന്ന ആളുകൾ അത് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് അങ്ങനെ പോവുക. യേശു എവിടെ പോയാലും, ശിഷ്യന്മാർ എവിടെ പോയാലും അവരിൽ നിന്ന് രോഗശാന്തി വെളിയിലോട്ട് പോകും, അവരിൽ നിന്ന് വിടുതൽ വെളിയിലോട്ട് പോകും. അപ്പൊ നമ്മുടെ സഭയ്ക്കകത്ത് ഒന്നും വെളിയിലോട്ട് പോകാനില്ലെങ്കിൽ എങ്ങനെയാ സഭ വളരുന്നത്? സ്തോത്രം. ദൈവമക്കൾക്ക് കൃപ വേണം. കൃപയുണ്ടല്ല ഇതൊക്കെ രോഗശാന്തി ഉണ്ടോ? ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭൂതശാന്തി ഉണ്ടോ? രോഗശാന്തി ഉണ്ടോ? വെളിപ്പാടുണ്ടോ? ദർശനമുണ്ടോ? പ്രവചനമുണ്ടോ? നമ്മുടെ സഭയിൽ ഒരു വിശ്വാസി വന്നാൽ ആ വിശ്വാസിയോട് പ്രവചനം പറയാൻ നിങ്ങളുടെ പക്കൽ പ്രവചനപരം ഉണ്ടോ? ആലോചനയുണ്ടോ? ഇതങ്ങോട്ട് പുറത്തോട്ട് പോകണ്ടേ? വല്ലതും വെളിയിൽ നിന്ന് വരുന്നവർക്ക് വല്ലതും വേണ്ടേ? സ്വത്രം പറഞ്ഞേ. അപ്പൊ ഒരു തീരുമാനം എടുക്കുക. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാം? ഇനി നിങ്ങൾ നോക്കി, അവര് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോ ഒന്നുമില്ല. ഉടനെ അന്ത്രയോസ പറഞ്ഞു, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ശിഷ്യന്മാരുടെ അകത്തൊന്നുമില്ല. അവര് പറഞ്ഞു, ഗുരു 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ചാൽ തികയത്തില്ല. അപ്പൊ അവരുടെ അകത്ത് അത്രയേ ഉള്ളൂ. 200 വെള്ളിക്കാശിന്റെ വരെ ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഫിലിപ്പോസ് പുറത്തിറങ്ങി ജനത്തിന്റെ നടുവിൽ കൂടെ നടന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ബാലന്റെ കയ്യില് 5 അപ്പം. എല്ലാം മനസ്സിലായോ? ഇതിനകത്തൂടല്ല, പുറത്തിറങ്ങി അന്വേഷിക്കണം. ഇതിനകത്ത് അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഗുരു നമ്മളെ കൊണ്ട് നടക്കത്തില്ല. 200 വെള്ളിക്കാശിന് അപ്പം മേടിക്കാൻ കഷ്ടിച്ച് നടക്കും. എന്നാൽ വെളിയിൽ അങ്ങനല്ല. ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു, ഈ അകത്തുള്ള സ്വോത്രവും അന്വേഷണം മാത്രം പോരാ, പുറത്തോട്ടൂടെ ഇറങ്ങണം. ഹല്ലേലൂയ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയ സംഭരണി കണ്ടു. ആ സംഭരണി കർത്താവിന്റെ പ്രവർത്തനത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭരണിയായിരുന്നു. അതുകൊണ്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാൽ ഇവിടെ ചില സംഭരണിയുണ്ട്, അതുകൂടെ കണ്ടുപിടിക്കണം. ഇതിനകത്ത് മാത്രം ഇരുന്നാ പോരാ. ജോലിയൊക്കെ ചെയ്തു കേട്ടോ. ജോലിയൊക്കെ ചെയ്യാൻ ആരോഗ്യം തന്നൊരു പുള്ളിയാ, ബലം തന്നൊരു പുള്ളിയാ, സാലറി ഒക്കെ തരുന്നൊരു പുള്ളിയാ. പുള്ളിക്കത് നിർത്താനും അറിയാം. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യോബിന്റെ പുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഇപ്പൊ ആ വാക്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, 28 38 കണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗർഭത്തിൽ എന്ന പോലെ ഭൂമിക്കകത്തുനിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു, ഭൂമിയെ മൂടി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വെള്ളം എന്ത് ചെയ്തു? ഭൂമിയെ മൂടി പാഴായി. എത്ര നൂറ്റാണ്ട് കിടന്നു അറിയത്തില്ല. അനേക നൂറ്റാണ്ട് ഈ വെള്ളം മൂടി പാഴായി കിടന്നു. അന്നേരം ആ കർത്താവ് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. അതിന് എത്ര നൂറ്റാണ്ട് അങ്ങനെ കിടന്നുള്ളൂ നമുക്കറിയത്തില്ല. അനേക വർഷങ്ങൾ ഇങ്ങനെ, നൂറ്റാണ്ടുകൾ ഇങ്ങനെ വെള്ളം മൂടി കിടന്നു. പിന്നെ അതിന് 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് വീണ്ടും എന്ത് ചെയ്തു? അതിനെ ഈ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർപ്പിച്ചു ഫലവത്തായ ഭൂമിയായിട്ട് മാറ്റി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അതിന്റെ അർത്ഥം പറയട്ടെ. ഈ ഭൂമി ഉണ്ടാക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, മനുഷ്യന് പാർപ്പാൻ തക്ക യോഗ്യമായിട്ടാണ് ദൈവം ഭൂമി ഉണ്ടാക്കിയത്. ഒരിക്കലും ഭൂമി വെള്ളം കൊണ്ട് മൂടിയിരുന്നില്ല. ബാക്കി അറിയാവോ? 48 എനിക്ക് തോന്നുന്നു യെശയ്യാ പ്രവചനം. യെശയ്യാവ് 48-ാം അധ്യായത്തിലേക്കാണോ, 48 42 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും 42:5 വായിച്ചാട്ടെ. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു.
ഒന്നുകൂടെ വായിച്ച ആദ്യം തൊട്ട്. 42:5 48 ഞാനൊന്ന് നോക്കിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത, പിന്നെ അത് മറന്നുപോയി, ഇവിടെ കിടക്കുന്നത്. ആ, പാർപ്പാൻ തക്ക യോഗ്യമായിട്ടാണ് ഭൂമിയെ, ഏതാ, 45:18. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പിന്നെ അങ്ങനെ പാഴായിട്ട് പറഞ്ഞാട്ടെ. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭൂമി പാഴും ശൂന്യമായിരുന്നതല്ലേ. പക്ഷെ ബൈബിള് പറയുന്നു, അങ്ങനെ ദൈവം ഭൂമിയെ പാഴായിട്ടല്ല സൃഷ്ടിച്ചത്, അതിനെ വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത്, മനുഷ്യനെ പാർപ്പാൻ തക്ക യോഗ്യമായിട്ടാ. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളോട് കൂടി തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ഭൂമി പാഴായിപ്പോയി, വെള്ളം കൊണ്ട് മൂടിപ്പോയി. സ്തോത്രം. വർഷങ്ങളോളം കിടന്നു. പിന്നെ ആ ഭൂമിയെ കർത്താവ് എന്ത് ചെയ്തു? രണ്ടാമത് വീണ്ടും ഉയർപ്പിച്ചതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പറയാം. ആമേ, ഈ ഭൂമിയെ പിശാച് പാഴാക്കിയപ്പോൾ കർത്താവ് ഈ ഭൂമിയുടെ അകത്തു നിന്ന് ഗർഭത്തിൽ എന്ന പോലെ വെള്ളം ചാടി പുറപ്പെട്ട് ഈ വെള്ളം എന്ത് ചെയ്തു? ഭൂമിയെ മൊത്തം മൂടി. 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. 106-ാം സങ്കീർത്തനത്തിൽ ആ വെള്ളം ഒരു ഭാഗത്ത് കൂടിയത് എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമി ഇടിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭൂമി ഇടിഞ്ഞിട്ട് ആ താണ സ്ഥലത്തിന് ദൈവം സമുദ്രം എന്ന് പേരിട്ടു. അവിടോട്ട് വെള്ളം കൂടി. അങ്ങനെ ഉണങ്ങിയ നിലവായി. ഇവിടെ നമ്മൾ പഠിച്ചത് കണ്ടോ? എന്താ പഠിച്ചത്? ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. നൂറ്റാണ്ടുകൾ മൂടിക്കിടന്നു. ഇതാണ് നമ്മൾ പഠിച്ചത്. വല്ലതും മനസ്സിലായോ? ഇല്ല അല്ലേ? ഈ അനുഗ്രഹിക്കപ്പെട്ട ഭൂമി ഉണ്ടാക്കുമ്പോൾ ഈ ഭൂമിയെ മൂടാനുള്ള വെള്ളവും അതിൻ്റെ അകത്ത് ദൈവം അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അതങ്ങ് തുറന്നു വിട്ടു, അതങ്ങ് മൂടി. ഇതാണ് പറഞ്ഞത്. മനസ്സിലായോ? നല്ല ജോലി തരുമ്പോൾ ആ ജോലി കളയാനുള്ള പണിയും അതിൻ്റെ അകത്തോടെ തമ്പുരാൻ വെച്ചിട്ടുണ്ടായി. സ്തോത്രം. മറക്കരുത് കേട്ടോ. അതുകൊണ്ട് ജോലി മാത്രം ചെയ്ത് ആരാധനയില്ല, ദൈവവേലയില്ലാതെ പോകുന്നവരോട് ഞാൻ പറയാം, അത് കളയാനുള്ള പണി ആർക്കറിയാം? ഈ ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന് അതിനെ അകത്ത്, ഗർഭത്തിനകത്തൊരു കുട്ടി ഇരിക്കുന്നത് പോലെ ഈ ഭൂമിയെ മൂടാനുള്ള വെള്ളം മുഴുവനും ആ ഗർഭത്തിനകത്ത് കുഞ്ഞിനെ വെച്ചിരുന്നത് പോലെ ഈ ഭൂമിയുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. യോബ് വ്യക്തമായി പറഞ്ഞ കർത്താവ് അത് തുറന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ തരുന്ന ജോലി മൂടാനുള്ള പണിയും പുള്ളിയുടെ പക്കലുണ്ട്, അതും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ പറഞ്ഞേ. ജോലിയൊന്നും കഴിഞ്ഞ് ചെയ്യാൻ സമയമില്ലെന്ന് എനിക്കറിയാൻ, ചെയ്യണ്ട. പക്ഷെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ വരുമ്പോൾ ദൈവകൃപ പ്രാപിക്കണം. നമ്മുടെ അടുക്കൽ ഒരാൾ വന്നാൽ ആ ആളിന് നമുക്ക് ചില വെളിപ്പാടുകൾ കൊടുക്കാൻ ഉണ്ടായിരിക്കണം, ചില ദർശനങ്ങൾ കൊടുക്കാൻ ഉണ്ടായിരിക്കണം, ചില പ്രവചനങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടായിരിക്കണം. ആ വരുന്ന വ്യക്തിക്ക് നമ്മുടെ സഭയിൽ രോഗശാന്തി ഉണ്ടായിരിക്കണം. ആ വരുന്ന വ്യക്തിക്ക് നമ്മുടെ സഭയിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം, അപ്പം പോയതുപോലെ പോണം. ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാതെ എങ്ങനെ പോകുമെന്ന് പറ. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. വല്ല കൃപയുണ്ടേലല്ല ഒരാൾക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി പ്രത്യേകം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവില്ലാത്തവരത് പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവ്, ഒരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാം. പരിശുദ്ധാത്മാവില്ലാതെ ആരും ഉയർക്കത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ബൈബിള് സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാനത് വിടുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ശക്തമായി ആരാധിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, ദൈവകൃപ പ്രാപിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, സഹോദരന്മാരൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് പാട്ടൂസ് കൊടുത്ത് പാട്ട് പഠിക്കണം. നിങ്ങൾ മണിക്കൂറുകൾ വേർതിരിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പറയണം. നിങ്ങൾ അന്യഭാഷയുള്ളവരായിരിക്കണം. ഇതെല്ലാം ബൈബിളിലുള്ള കാര്യങ്ങളാ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് കാര്യമില്ല. ആമേൻ. അപ്പം
യേശുവിൻ്റെ അടുക്കൽ നിന്ന് അപ്പം പോയല്ലോ, മീനും പോയില്ലേ, വന്നവർ മുഴുവൻ കഴിച്ച് 12 കൊട്ട മീതി പോയില്ലേ. അപ്പൊ നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് പോകണ്ടേ വെളിയിലോട്ട്? വേണ്ടേ? സ്വത്രം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അപ്പം ഇല്ലെങ്കിൽ ഭാഷയെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കാതെ. എല്ലാം ഭാഷ കയ്യിൽ പൊക്കോട്ടെ, എല്ലാം ആ ഭാഷ കയ്യിൽ പൊക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരിൽ നിന്നും യേശുവിൽ നിന്നും അപ്പം വെളിയിലോട്ട്. അപ്പോൾ ആള് കൂടി. സ്തോത്രം. അപ്പോൾ ആള് കൂടി. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണം, പുറത്തോട്ട് പോകാൻ നന്മ വേണം, അനുഗ്രഹങ്ങൾ വേണം. തീർച്ചയായും ദൈവം നമ്മളെ മാനിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. യേശുവിനെ കഴുത താണതല്ല, കാരണം കഴുതയ്ക്കറിയില്ല യേശുവിനെ താഴ്ത്തി, യേശു വരുമ്പോൾ ഇങ്ങനെ താഴ് കൊടുക്കാനും യേശുവിനെ താഴ്ത്തിട്ട് കയറ്റിയിരുത്തി യേശുവിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാനുള്ള നല്ല ബോധമൊന്നും അതിനില്ല. അതുകൊണ്ട് യേശു അതിൻ്റെ പുറത്തോട്ട് താണങ്ങ് കയറി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ലോകമല്ല താഴേണ്ടിയത്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് താഴേണ്ടിയത്. ലോകം ഒരിക്കലും നമ്മുടെ അടുക്കലോട്ട് താണു വരത്തില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ഹല്ലേലൂയ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിൽ നമ്മളാണ് പ്രവേശിക്കേണ്ടത്, അവിടെ നമ്മളാണ് ചെല്ലേണ്ടത്, നമ്മളാണ് അവിടേക്ക് വേണ്ടത്. യേശു താണിറങ്ങി കഴുതയുടെ പുറത്തോട്ട് കയറിയപ്പോൾ അതിൻ്റെ യേശുവിന്റെ ശക്തി കഴുത നടന്നു പോയപ്പോൾ വെളിപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞ് കഴുത കാല് വെക്കുന്നതോടെ എല്ലാം കുലുങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കള് ചില സ്ഥലത്തോട്ട് നിങ്ങൾ ചെല്ലണം, ചില വ്യക്തികളുടെ അടുക്കൽ നിങ്ങൾ ചെല്ലണം. നിങ്ങൾ ചെന്നിട്ട് നമ്മൾ അവിടെ പ്രവേശിക്കണം. നമ്മളിലൂടെ ശക്തി അവിടെ വെളിപ്പെടണം. യേശുവിലൂടെയാണ് ശക്തി കഴുത കാല് വെച്ചപ്പോൾ വെളിപ്പെട്ടത്. അപ്പൊ നിങ്ങൾ അതിന് തയ്യാറാണോ? ചില സ്ഥലത്തോട്ട് പോകാനും ഇറങ്ങാനും ഒക്കെ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ടും പോകത്തില്ല എന്ന് പറയണ്ട, നമുക്ക് താണിറങ്ങി പോകാം കേട്ടോ. കഴുതയുടെ പുറത്ത് യേശു കയറി. യേശു കഴുതയെ ഉയർത്തി. കഴുതയെ യേശു ഉയർത്തിയപ്പോൾ ഹല്ലേലൂയ അവിടെ എന്തെല്ലാം സംഭവിച്ചു? അവിടെ വായിക്കുന്നത്, ചിലർ കൊമ്പുകള് ഈ ഓശാന പെരുന്നാളായിരുന്നു, കൊമ്പുകളൊക്കെ വെട്ടി കഴുതയ്ക്ക് വഴിയിൽ ഇങ്ങനെ വിട്ടുകൊടുത്തു, തുണി വിരിച്ചു കൊടുത്തു. 2 സൈഡിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്തു? ഓശാന എന്ന് പാടി. അങ്ങനെ കഴുതയ്ക്ക് വലിയ വരവേൽപ്പും സ്വീകരണവും കിട്ടി. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ ലോകത്തിന്റെ നടുവിൽ നീ ഉയർത്തിയാൽ അനേകരുടെ നടുവിൽ നിനക്ക് വലിയ വരവേൽപ്പ്, വലിയ സ്ഥാനങ്ങള്, വലിയ അംഗീകാരങ്ങള്, അനേകര് നമ്മളെ മാനിക്കാൻ കാണും. കഴുത കയറി വരുമ്പോൾ അതിന് കൊമ്പ് വെട്ടി ഇട്ട് കൊടുക്കുന്നത് കഴുതയുടെ ഗുണമല്ല, മുകളിലിരിക്കുന്ന ആള് വലിയവനായ കർത്താവായതുകൊണ്ടും ഈ കഴുത ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നത് കർത്താവിനെ ആയതുകൊണ്ടാണ് കൊമ്പുകളൊക്കെ വഴിയിൽ ഇട്ടുകൊടുത്തതും തുണി വിരിച്ചു കൊടുത്തതും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തെ ഉയർത്തി ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് ഇവിടെ നിന്ന് തീരുമാനിക്കേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ മക്കളും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് തീരുമാനിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതുവരെ പോകാത്തോടത്തോടെ പോകാം. ഇതുവരെ കിട്ടാത്ത അംഗീകാരങ്ങൾ കിട്ടും. ഇതുവരെ മാനിക്കാത്തവരൊക്കെ നമ്മളെ മാനിക്കാൻ തുടങ്ങും. ആ കഴുതയ്ക്ക് ഇതുവരെയും ദേവാലയത്തിന്റെ അകത്തോട്ട് കയറാൻ അവസരം കിട്ടിയിട്ടില്ല. ആരും അതിനെ മാനിച്ചിട്ടില്ല. കഴുത പോകുമ്പോൾ എല്ലാരും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. നിങ്ങൾ ആരെങ്കിലും തുണിയുടെ പുറത്ത് കഴുത കയറിയാൽ ഓടിക്കത്തില്ലേ? പക്ഷെ തുണി വിരിച്ചിട്ട് കൊടുത്ത് എന്താ കാര്യം? കഴുത യേശുവിനെ ഉയർത്തിക്കൊണ്ടു പോകുന്നു. ഹല്ലേലൂയ പറഞ്ഞ് പറ്റുമോ? ഇനിയുള്ള
ഇനിയുള്ള കാലം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ എത്ര വർഷം ഞങ്ങൾക്ക് ആയുസ്സുണ്ടോ ആ വർഷം മുഴുവനും യേശുവിനെ ഞങ്ങൾ ഉയർത്തി ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ മാനിക്കും. കൊമ്പുകൾ വെട്ടിയിട്ട് കൊടുക്കുന്നു, കഴുതയ്ക്ക് തുണി വിരിച്ചിട്ട് കൊടുക്കുന്നു. ആമേ, ഇതുവരെ പോകാത്ത വലിയ സ്ഥലത്തൂടെ കഴുത പോകുന്നു, വലിയ സ്വീകരണങ്ങൾ ലഭിക്കുന്നു. രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് ആൾക്കാരെ ഉച്ചത്തില് ആമേ വരവേൽക്കുകയാണ്, അതിനെ സ്വീകരിക്കുകയാണ്. അപ്പൊ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഭാര്യയും മക്കളും കുടുംബവുമായിട്ട് ഈ ഭൂമി പോകാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ പോകാത്ത വഴികൾ തുറന്നു കിട്ടും. അനേക ഉന്നതന്മാര് നമ്മളെ ബഹുമാനിക്കാൻ കാണും, അനേക ശ്രേഷ്ഠന്മാര് നമ്മളെ ആദരിക്കാൻ കാണും. സ്വത്രം. ആ ദേവാലയത്തിന് ചുറ്റുപാടുള്ളവരെല്ലാം ഓടിക്കൂടി അവരെല്ലാം കഴുത വരുമ്പോൾ കഴുതയുടെ മുമ്പിൽ ബഹുമാനത്തോടെ നിൽക്കുക. ലേലിയ പറഞ്ഞ് എല്ലാരും കൊമ്പ് വെട്ടി ഇട്ട് കൊടുത്ത് തുണികളൊക്കെ വിരിച്ചു കൊടുത്ത് ആ കഴുത മുൻപോട്ട് കൊണ്ടുപോകും. എന്താ കാര്യം? മുകളിലിരിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് യേശുവിനെ ഉയർത്താൻ തയ്യാറാണോ? ഉയർത്തി ജീവിക്കാൻ തയ്യാറാണോ? ഇനിയും പരിമിതികളുണ്ട്. യെരുശലേം പട്ടണത്തിന് 10 വാതിലുണ്ട്. 10 വാതിലുണ്ട് കേട്ടോ. അതിൽ 3-ാമത്തെ വാതിലാണ് കുപ്പവാതില്. മത്തായിയുടെ ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആട്ടുവാതിൽ കേട്ടിട്ടില്ലേ? ആട്ടുവാതിക്കൽ തളർവാതിൽ രോഗി കിടക്കുന്നത് അത് ദേവാലയത്തിന്റെ ഒരു വാതിലാണ്, ആട്ടുവാതിൽ. ആ ആട്ടുവാതിക്കൽ ഈ 10 വാതിലിന്റെ മുകളിൽ ശലോമോൻ 10 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ വാതിക്കലും ശലോമോൻ ഓരോ ചിത്രം വെച്ചിട്ടുണ്ട്. ഈ ആട്ടുവാതിലിന്റെ മുകളിൽ ശലോമോൻ വെച്ചിരിക്കുന്ന ചിത്രം ആടിന്റെ ചിത്രമാണ്. സ്തോത്രം കേട്ടോ. ഓരോ വാതിലിന്റെ മുകളിലുണ്ട് ഓരോ ചിത്രങ്ങളുണ്ട്. അപ്പൊ ഈ വാതിലുകളെല്ലാം ഒന്നും എപ്പോഴും തുറക്കത്തില്ല. സ്തോത്രം. ചില വാതിൽ കൂടാര പെരുന്നാളിനെ തുറക്കത്തുള്ളൂ. അപ്പം ഈ പെസഹ പെരുന്നാളിന്റെ അന്ന് ആ ആഴ്ചയിൽ തുറക്കുന്ന വാതിലാണ് 9-ാമത്തെ വാതില്. അതിന്റെ പേര് കിഴക്കേ വാതിൽ എന്നാ കേട്ടോ. ശ്രദ്ധിക്കണം നിങ്ങള്. ആ കിഴക്കേ ഈ 3-ാമത്തെ വാതിലെ കുപ്പവാതിൽ എന്ന് പറയും. കുപ്പവാതിൽ മനസ്സിലായാലും ഈ കുപ്പവാതില് വരെ മൃഗങ്ങൾക്ക് വരാനൊക്കത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് പോകാൻ നിയമമില്ല. പക്ഷേ യേശു കഴുതയുടെ മുകളിൽ കയറിയപ്പോൾ ഈ 3-ാമത്തെ വാതിൽ വരെ മാത്രമേ മൃഗങ്ങൾക്ക് വരാനൊക്കത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് ഒരു മൃഗങ്ങളെയും കയറ്റിയില്ല. അവിടെ മൃഗങ്ങളെയെല്ലാം ഇറക്കി നിർത്തിയിട്ട് ആൾക്കാർ നടന്നു പോവുകയാണ് പതിവ്. പക്ഷെ യേശു കയറിയ കഴുത അകത്തോട്ടങ്ങ് കയറി 9-ാമത്തെ വാതിലിൽ കൂടെ അത് വെളിയിൽ ഇറങ്ങിയതാണ്. യേശു ഇറങ്ങിപ്പോയത് കിഴക്കേ വാതിലിൽ കൂടെയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിൽ ഇന്ന് വരെയും മൃഗങ്ങൾക്കൊന്നും 3-ാമത്തെ വാതിൽ കഴിഞ്ഞാൽ ഒരു വാതിലും തുറക്കത്തില്ല. പക്ഷെ യേശു കയറിയ കഴുതയ്ക്ക് 6 വാതിലും കൂടെ തുറന്നു കൊടുത്തു. ജീവിതത്തിൽ ഒരിക്കലും തുറക്കാത്ത വാതിലുകൾ യേശു അതിന്റെ മുകളിൽ കയറിയപ്പോൾ ആ കഴുതയ്ക്ക് തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും തുറന്നു കിട്ടാത്ത വാതിൽ യേശുവിനെ ഉയർത്തിയാൽ ഈ രാജ്യത്ത് നിനക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ നീ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ ഒരിക്കലും തുറക്കാതെ നിന്റെ മുമ്പിൽ എന്നേക്കുമായി അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ യേശുവിനെ ഉയർത്തുമ്പോൾ നിനക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് അങ്ങനെ പുതിയ വാതിൽ തുറന്നു കിട്ടണ്ടേ? ജോലി ചില വാതിൽ തുറക്കണ്ടേ? ജീവിതത്തിൽ ചില അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കണ്ടേ? ഇപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ ഒന്നുകൂടി ഉയരണ്ടേ? സാലറി കുറെ കൂടെ ഒക്കെ കൂടണ്ടേ? നന്മകൾ കുറെ കൂടെ ഒക്കെ കൂടണ്ടേ? അതുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനിക്കേ, ഞാൻ ഇനിയുള്ള കാലം യേശുവിനെ ഉയർത്തും. യേശുവിനെ ഉയർത്തും. കഴുത യേശുവിനെ ഉയർത്തിയപ്പോൾ കഴുതയുടെ മുൻപില് അക്കമിട്ട് അനേക വാതിലുകൾ തുറക്കാത്തത് തുറന്നു. എത്ര പേര് തയ്യാറാ? എത്ര പേര് തീരുമാനിക്കും ഇന്ന് രാത്രിയില്
ഇവിടെ നിങ്ങൾ ജോലി ചെയ്തോന്ന് നിങ്ങളുടെ സാലറിയൊക്കെ ഇനിയും ദൈവം കൂട്ടിത്തരും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. യേശുവിനെ ഉയർത്തണം കുഞ്ഞെ. ലോകം കാണത്തക്ക നിലയില് യേശുവിനെ ഉയർത്തിക്കൊണ്ട് നീ മുൻപോട്ട് പോയാൽ പുതിയ വാതിലുകൾ തുറക്കും. ഇന്ന് വരെ തുറക്കാത്തത് നിനക്ക് തുറക്കും. ഇന്ന് വരെ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന ചില വാതിലുകൾ കർത്താവ് തുറക്കും. അപ്പൊ കണ്ടോ, കഴുതയ്ക്ക് എല്ലാ വാതിലും തുറന്നു കൊടുത്തു. ആരും കഴുതയെ തടഞ്ഞില്ല. കഴുത അകത്ത് കയറി 9ാമത്തെ വാതിൽക്ക് കൂടെ വെളിയിൽ ഇറങ്ങി പോകുകയാണ് കഴുത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കഥ പറയാമേ. കഴുതയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ. യേശു ഈ സംഭവം എല്ലാം കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു കഴുത എന്ത് ചെയ്തു? അതുവഴി വീണ്ടും ഇറങ്ങി വന്നിട്ട് തുള്ളിയുടെ മുകളിൽ കൂടെ നടന്ന് ആൾക്കാർ കല്ലുപെറുക്കി എറിഞ്ഞ് ഓടിച്ചു. കല്ലുപെറുക്കി എറിഞ്ഞ് ഓടിച്ച് കഴുത ജീവനം കൊണ്ട് ഓടി. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം കഴുത യേശു ഉള്ളത് കൊണ്ടാണ് ആൾക്കാരെന്ത് ചെയ്തത്? തുണി പിരിച്ചത്. യേശുവില്ലാതെ ഈ ലോകത്തിൽ കൂടെ നീ മുമ്പോട്ട് പോയാൽ ഇവിടെ നിനക്ക് പറയത്തക്ക ബഹുമാനം ഒന്നും കിട്ടത്തില്ല, പറയത്തക്ക ആദരവുകളൊന്നും കിട്ടത്തില്ല, ആരും നിന്നെ ഉയർത്താൻ കാണത്തില്ല. യേശു നിന്നിൽ ഉണ്ടെങ്കിൽ നിന്നെ മാനിക്കും. ഞാൻ ആ ഭാഗം വിടുകയാകട്ടോ, ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുക. ഇനിയുള്ള എൻ്റെ ആയുസ് മുഴുവനും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും യേശുവിനെ ഉയർത്തി ജീവിക്കും. യേശുവിനെ ഉയർത്തി ഞങ്ങൾ മുൻപോട്ട് പോകും. ഈ ലോകത്തിലെത്തി എവിടെയെല്ലാം യേശുവിനെ ഉയർത്തി കാണിക്കാവോ അവിടെയെല്ലാം കഴുത യേശുവിനെ തന്റെ മേൽ ഉയർത്തി ഇരുത്തിക്കൊണ്ട് യെരുശലേം നഗരത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോയതുപോലെ ഞങ്ങളുടെ മരണം വരെയും ഇനിയുള്ള കാലം ഞങ്ങൾ യേശുവിനെ ഉയർത്തി മുൻപോട്ട് പോകുമെന്ന് ഇപ്പൊ തീരുമാനിച്ചാട്ട് എത്ര പേര് തീരുമാനിക്കും? ആമേൻ. അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ തുറക്കാത്ത വാതിൽ തുറക്കും. 3 വാതിൽ കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ വാതില് കഴുതയ്ക്ക് തുറക്കത്തില്ല. 5ാമത്തെ വാതിൽ തുറക്കത്തില്ല. 6ാമത്തെ വാതിൽ തുറക്കത്തില്ല. 7ാമത്തെ വാതിൽ തുറക്കത്തില്ല. 8, 9 തുറക്കത്തില്ല. യേശു ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ വാതിലും തുറന്നു കൊടുത്തു. യേശു ഉള്ളത് കൊണ്ട് എല്ലാ വാതിലും തുറന്നു കൊടുത്തു. അതുകൊണ്ട് ഇനി ഇവിടെ ചില വാതിലുകളുണ്ട് ഈ രാജ്യത്ത്. നിന്റെ ജീവിതത്തിന് മുമ്പില് ചില നന്മയുടെയും അനുഗ്രഹത്തിന്റെ ഉയർച്ചയുടെയും വാതിലുകളുണ്ട്. അത് അടഞ്ഞു കിടക്കുന്നതിന്റെ കാര്യം യേശുവിനെ ഉയർത്താത്തത് കൊണ്ടാണ്. യേശുവിനെ ഉയർത്തിയാൽ നിനക്കത് തുറന്നു കിട്ടും. യേശുവിനെ ഉയർത്തിയാൽ ദൈവം നിന്നെ മാനിക്കും. എത്ര പേര് തീരുമാനിച്ചു? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്, ഒരു നിമിഷം കണ്ണടച്ച്. നിനക്ക് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യം ജോലിയെല്ലാം ദൈവം തന്നില്ലേ? ഇനിയുള്ള കാലം ഞങ്ങൾ യേശുവിനെ ഉയർത്തുമെന്ന് ഒരു നിമിഷം ഒന്ന് തീരുമാനിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാരും തീരുമാനിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം എത്ര വലിയവൻ. ഓക്കെ, മടങ്ങി വരാം. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങോട്ട് നമ്മൾ വരികയാണ്. 7-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2-3 വാക്യങ്ങളിലും 8-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഹായി പട്ടണത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് വളരെ ശ്രദ്ധിക്കാം. ഓരോരുത്തർക്കും ഓരോ മെത്തേഡുകളാണ്. മോശയുടെ കയ്യിൽ ഒരു വടി, യോശുവയുടെ കയ്യിൽ പെട്ടകം, യോശുവയുടെ കയ്യിൽ, ഏലിയാവിന്റെ കയ്യിൽ പുതപ്പ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ കയ്യിൽ എന്താ? പുതപ്പ്. ആ അടിക്കുമ്പോൾ യോർദാൻ മാറും. മോശയുടെ കയ്യിൽ വടി, അത് നീട്ടുമ്പോൾ അത്ഭുതം. യോശുവ പെട്ടകം ഉയർത്തിയപ്പോൾ അവിടെ വിടുതല്. പിന്നീട് ഹായി പട്ടണത്തിലേക്ക് യോശുവ പോയപ്പോൾ എന്താ വായിച്ചത്? കുന്തം ഇങ്ങനെ ഹായി പട്ടണത്തിന് നേരെ പൊക്കിപ്പിടിച്ചു. ഇതിന് നമ്മൾ ഒരു കാര്യം പഠിച്ചു. എന്നും ഒരു മെത്തേഡും കൊണ്ട് നടക്കരുത്. യോശുവയുടെ കയ്യിൽ പെട്ടകമാണെങ്കിൽ മോശയുടെ കയ്യിൽ അതേ മെത്തേഡാണോ? വടിയല്ലേ? സ്തോത്രം പറഞ്ഞ്. അപ്പൊ തന്നെ ഏലിയാവിന്റെ കയ്യിൽ എന്താണ്? പുറപ്പല്ലേ? സ്തോത്രം പറഞ്ഞ്. നമുക്കും ഒരു മെത്തേഡേ ഉള്ളൂ. 2 പാട്ട്, കൈയിടി, അങ്ങോട്ട് മൂത്ത് വന്നാൽ ഒരു 5 മിനിറ്റിന് കൂടുതൽ സ്തോത്രം. ഇതിങ്ങനെ നമ്മളിങ്ങനെ വരച്ചു വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്.
ദൈവമക്കളെ, ആരാധന അതല്ല. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തു നോക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവുച്ചരിപ്പാൻ നൽകിയതുപോലെ. ആത്മാവുച്ചരിപ്പാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഉത്തേജനത്തിലാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെക്കുന്ന ക്രമത്തിലല്ല ആരാധന പോകേണ്ടത്. അവർ അന്യഭാഷ പറഞ്ഞതും ആത്മാവിൽ നിറഞ്ഞതും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിന് നമ്മളെ വിട്ടുകൊടുക്കണം. അല്ലാതെ ആത്മാവിനെ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരുകയല്ല. ചിലരറിയോ, അവരൊരു കണക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇത്രയും മതി, അതൊക്കെ എടുത്ത് കള. നമ്മൾ ആത്മാവിന് നമ്മെ വിട്ടുകൊടുക്കുക. ദൈവാത്മാവ് നമ്മെ ഉപയോഗിക്കണം, അല്ലാതെ ആത്മാവിനെ നമ്മളല്ല ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞ് നമുക്കൊരു ലിമിറ്റുണ്ട്, ഇത്രയും മതി. ആരാധന അതല്ല. പരിശുദ്ധാത്മാവ് ഏത് രീതിയിൽ നമ്മൾക്ക് ആരാധനക്ക് ഉത്തേജനം തരുന്നോ അതുപോലെ നമ്മൾ ആരാധിക്കുക. അതാ എഴുതിയിരിക്കുന്ന ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് വിട്ടുകളയാം. അപ്പോൾ ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. യോശുവ 3-4 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെ യോർദാൻ നദി അക്കരെ കയറുകയാണ്. അപ്പൊ ദൈവം യോശുവായിട്ട് പറഞ്ഞു, യോശുവയെ, ആമേ 4-ാം ദിവസം യോർദാൻ നദി നീ വിഭാഗിച്ച് ജനത്തെ കൊണ്ട് അക്കരെ പോകും. അപ്പൊ ചില ക്രമീകരണങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു. യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ പെട്ടകം ചുമന്നുകൊണ്ട് ഏറ്റവും മുമ്പിൽ പോണം. അവിടെ നിന്ന് കുറച്ചകലമിട്ട് 2000 മുഴവൻ അകലമിട്ട് ജനങ്ങളെല്ലാം നിൽക്കണം. ഇവര് മുൻപോട്ട് ചെന്ന് പുരോഹിതന്മാരെ ആമേ ജോർദാനിൽ കാലെടുത്തു വെക്കുമ്പോൾ ജോർദാന്റെ മേലൊഴുക്ക് നിൽക്കും. ജനവക്കരെ. ഞാൻ അതിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ച ആളാണ്. അതിൻ്റെ ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവരിറങ്ങുന്ന സ്ഥലവും കയറുന്ന സ്ഥലവും ഏദൻസും ശിത്തീമുമാണ്. ഈ 2 സ്ഥലത്തിന്റെ അകലം നമ്മൾ പഠിക്കുമ്പോൾ 11 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവരിറങ്ങിയ സ്ഥലത്തു നിന്ന് കയറുന്ന സ്ഥലം 11 കിലോമീറ്റർ ദൂരത്തേക്ക് ജോർദാൻ നദി മാറുകയാണ്. എപ്പോഴാ മാറുന്നറിയാവോ? 2 കര കവിഞ്ഞൊഴുകുന്ന കാലത്ത്, വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് 1700 അടി പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം താഴോട്ട് വരുന്നത്. ലെബനോൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ്. അനേക ഉറവകൾ കൂടി വരുന്ന ഒരു ചെറിയ ശാഖ താഴേക്ക് വന്ന് അത് വലുതാകുന്നതാണ് ജോർദാൻ നദി എന്ന് പറയുന്നത്. മനസ്സിലാകും നിങ്ങൾക്ക്? ഭയങ്കര ശക്തമായ ഒഴുക്കാം. ആ ശക്തമായ ഒഴുക്ക് വരുമ്പോൾ കർത്താവ് പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് തലക്ക പോവുക. ജനം പുറകെ പോയി. അവർ ചെന്ന് കാല് വെച്ചു. യോർദാന്റെ മേലൊഴുക്ക് നിന്നു. താഴേക്ക് വെള്ളം ഒഴുകി 11 കിലോമീറ്റർ മാറി. സ്തോത്രം പറഞ്ഞേ. ശ്രദ്ധിച്ചേ. എപ്പോഴാ? 2 കര കവിഞ്ഞൊഴുകുന്നു. സ്തോത്രം. അവര് മുമ്പോട്ട് ചെന്ന് കാല് വെച്ചു. സ്തോത്രം. ഇനി എന്റെ അർത്ഥം പറയാൻ പോകും കേട്ടോ. യോശുവ പറഞ്ഞു, പുരോഹിതന്മാര് മുമ്പിൽ പോണം. നിങ്ങൾ തോളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പെട്ടകം ദൈവത്തിന്റെ തിരുനിവാസമാണ്. അതിനകത്ത് ദൈവം വസിക്കുക. ആ പെട്ടകവും കൊണ്ട് പുരോഹിതന്മാരെ അത് തോളിൽ ഉയർത്തിക്കൊണ്ട് അവർ മുൻപോട്ട് പോവുക. ഇന്ന് രാത്രി എന്റെ ചോദ്യം, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ സിംഹാസനം തോളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുൻപോട്ട് പോകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, പ്രതികൂലത്തിനെതിരെ നീ യാത്ര ചെയ്യേണ്ടത് ദൈവത്തെ ഉയർത്തിക്കൊണ്ടാണ്. 2 കര കവിഞ്ഞൊഴുകുന്ന ജോർദാനിലേക്ക് അവര് പോകുന്നത് യഹോവയുടെ പെട്ടകം തലക്കൽ ഉയർത്തി പിടിച്ചോണ്ട് പുരോഹിതന്മാര് പോവുകയാ. അവരങ്ങോട്ട് മുന്നോട്ട് ചെന്നു. അവരാ ജോർദാനിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മേലൊഴുക്കുന്നു. എന്താ ബ്രദറെ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കാല് കുത്തിയപ്പോൾ ദൈവശക്തി ആ കാലില് കുത്തി
കുത്തിയടത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അവർ യഹോവയുടെ പെട്ടകം ഉയർത്തി പിടിച്ചുകൊണ്ട് കാലെടുത്ത് വെച്ചപ്പോൾ കാല് വെച്ചടത്ത് ദൈവശക്തി വെളിപ്പെട്ടു. അവിടുത്തെ മേലൊഴുക്ക് നിന്നു. ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരുന്നു, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ നീ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ പാദത്തിൽ വെളിപ്പെടും. നീ കാല് വെക്കുന്നിടത്ത് വെളിപ്പെടും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്ന പുരോഹിതന്മാര് കാല് കുത്തിയപ്പോൾ യോർദാന്റെ മേലൊഴുക്ക് നിന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇനിയുള്ള കാലം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ദൈവത്തെ ഉയർത്തി ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നെങ്കിൽ നീ കാല് വെക്കുന്നിടത്ത് നീ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. പുരോഹിതന്മാര് കാല് വെച്ചപ്പോൾ ആ കാല് വെച്ച യോർദാനിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയിട്ട് അതിന്റെ മേലൊഴുക്കിനെ തടഞ്ഞെങ്കിൽ ദൈവത്തെ ഉയർത്തി ഇനിയുള്ള കാലം ജീവിക്കേ. നിന്റെ കാല് കുത്തുമ്പോൾ ആ കാല് കുത്തുന്നിടത്ത് നീ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് പ്രതികൂലങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിയും. ഇപ്പൊ കണ്ടോ, യോർദാന്റെ മേലൊഴുക്ക് അവിടെ നിന്നു. പുരോഹിതന്മാര് കാല് വെച്ചപ്പോൾ ആ കാല് വെച്ചോടത്ത് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു, കർത്താവിന്റെ ശക്തി വ്യാപരിച്ചു. യോർദാന്റെ ഒഴുക്ക് മേലൊഴുക്ക് അവിടെ നിന്നു. താഴേക്ക് വെള്ളം മാറി. എന്തുകൊണ്ട്? ഇവരിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് പെട്ടകം. പുരോഹിതന്മാരെ അവരത് ഉയർത്തിപ്പിടിച്ചോണ്ട് രാവിലെ തൊട്ട് സന്ധ്യ വരെ ഈ യോർദാനിൽ നിൽക്കുക. അവര് വെള്ളം കുടിക്കാൻ പോയില്ല, പിന്നെ റെസ്റ്റ് എടുക്കാൻ പോയില്ല, ആഹാരം കഴിക്കാൻ പോയില്ല. അവർ ഈ പെട്ടകം താത്തി വെച്ച് വെള്ളം കുടിക്കാൻ പോയാൽ യോർദാൻ നദി ഇങ്ങോട്ടെ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇച്ചിരി ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച്, ഇച്ചിരി പ്രയാസമൊക്കെ സഹിച്ച് ചില മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? ഈ 2 മണിക്കൂർ ഇരിക്കുന്നത് തന്നെ വിഷമിച്ച 25 പോക്ക് അങ്ങോട്ട് പോകുന്ന കാണാം. 25 പോക്ക് ഇതിനിടക്കൂടെ എഴുന്നേറ്റ് പോകുന്ന കാണാം. ഇതിനിടക്കൂടെ അങ്ങോട്ട് കറങ്ങുന്ന കാണാം, ഇങ്ങോട്ട് കറങ്ങുന്ന. നിങ്ങൾ വീട്ടിൽ പോയി ആ പുസ്തകം വായിച്ചു നോക്ക്. ജനങ്ങൾ അക്കരെ കടന്ന് തീരുന്നതുവരെ ഈ പുരോഹിതന്മാരിലും തോളെ വെച്ചോടുന്നെങ്കിൽ നിങ്ങൾക്കറിയാവോ, ഇത് കതിരമരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയായത്. ഇത് താമ്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. 150 കിലോ വെയിറ്റ് ഉണ്ട്. ഈ 150 കിലോ വെയിറ്റ് പൊക്കി പിടിച്ചോണ്ട് രാവിലെ തൊട്ടുള്ള നിപ്പ. ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, റെസ്റ്റ് എടുക്കാൻ പോയിട്ടില്ല, ബാത്റൂമിൽ പോയിട്ടില്ല. കാരണം പോയാൽ വെള്ളം തിരിച്ചു വരും. പുരോഹിതന്മാര് മാറിയാൽ അന്നേരം യോർദാൻ വരും. അങ്ങനെ മണിക്കൂറുകളോളം ത്യാഗം സഹിച്ച്, മണിക്കൂറുകളോളം ദാഹം സഹിച്ച്, മണിക്കൂറുകളോളം വിശപ്പ് സഹിച്ച്, മണിക്കൂറുകളോളം റെസ്റ്റ് ഇല്ലാതെ ദൈവമക്കളുടെ വിടുതലിന് വേണ്ടി പെട്ടകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവദാസന്മാര് മുൻപിൽ നിന്നപ്പോൾ ആ ജനത്തിന്റെ നടുവിൽ നിന്ന് യോർദാൻ മാറി. നിൽക്കാൻ തയ്യാറാണോ? നിന്റെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി മണിക്കൂറുകളോളം മുട്ടുമേൽ നിന്ന് ദൈവത്തെ ഉയർത്തിക്കൊണ്ട് മുട്ടുമേൽ നിൽക്കാനും, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് റെസ്റ്റ് എടുക്കാതെ, വെള്ളം കുടിക്കാതെ, ആഹാരം കുടിക്കാതെ പുരോഹിതന്മാര് ഉയർത്തിപ്പിടിച്ചു നിന്നതുപോലെ വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റുമോ? ആരാധനയിലും പ്രാർത്ഥനയിലും ഈ കിട്ടുന്ന അരമണിക്കൂർ പോലും ശരിക്കും ആരാധിക്കത്തില്ലല്ലോ. ചിലർ ശരിക്കും കൈയൊന്നും അടിക്കത്തില്ല, ശരിക്കും ആരാധിക്കത്തൊന്നുമില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മണിക്കൂറുകളോളം അവരിങ്ങനെ നിൽക്കുക. അവരങ്ങനെ നിന്നതിന്റെ പ്രത്യേകതയാണ് ജനം അക്കരെ കയറിയത്. നിൽക്കാൻ ഇങ്ങനെ പെട്ടകം പിടിച്ചോണ്ട് നിൽക്കാൻ ആളില്ലെങ്കിലോ യോർദാൻ നദി മാറിക്കൊടുക്കുവോ? സ്തോത്രം, മാറത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പെട്ടകം ഉയർത്തി യോർദാൻ മാറിക്കൊടുക്കും. കർത്താവിനെ ഉയർത്തുക. കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ ഭൂമിയിൽ ദൈവത്തെ ഉയർത്തി മുന്നോട്ട് പോയാൽ യോർദാൻ മാറും. ഇല്ലെങ്കിൽ പ്രതികൂലം മാറത്തില്ല, പ്രതികൂലം മാറത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ പെട്ടകം? ആ പെട്ടകം ഉയർത്തി പിടിച്ചുകൊണ്ട് എരികോവിന്റെ ചവിട്ടിക്കൂടി ഇങ്ങനെ പോയപ്പം മതിലിടിഞ്ഞില്ലേ? സ്തോത്രം പറഞ്ഞ് 7 ദിവസം അത് പൊക്കി പിടിച്ചുകൊണ്ട് അതിന്റെ ചോട്ടിക്കൂടി ഇങ്ങനെ കറങ്ങി. എന്നും രാവിലെ തൊട്ട് സന്ധ്യ വരെ കറങ്ങും. കാരണം 20 ലക്ഷം പേര് കറങ്ങി വരണ്ടേ?
സ്തോത്രം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം കറങ്ങി, പാതിരാത്രി വരെ കറങ്ങി. സ്തോത്രം പറഞ്ഞ് പാതിരാത്രി വരെ രാവിലെ തൊട്ട് തുടങ്ങിയ കറക്കവാ. ഈ പെട്ടകം പിടിച്ചുകൊണ്ട് അങ്ങനെ പെട്ടകം ഉയർത്തിക്കൊണ്ട് ചില ദിവസങ്ങൾ അതിന്റെ ചുവട്ടിൽ കൂടെ കറങ്ങിയപ്പോൾ ആ പെട്ടകത്തിന്റെ ശക്തി ആവരിച്ചു മതിലിടിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് ദിവസങ്ങളോളം ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനു ചുറ്റും ഇസ്രായേൽ നടന്നതുപോലെ അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോയെങ്കിൽ ചില മതിലുകൾ ഇടിയത്തുള്ളൂ. ഇല്ല, ഇടിയത്തുമില്ല, മുമ്പോട്ട് പോക്കും നടക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചില സ്ഥലത്തൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്യണം. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, എരികോവിലൊന്നും എടുക്കരുത്. ഹായ് പട്ടണത്തിൽ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അവർക്ക് കൊള്ളയിടാം, ഇഷ്ടം പോലെ കിട്ടും. അവിടുത്തെ വെള്ളി മൊത്തം എടുക്കാം, സ്വർണം മൊത്തം എടുക്കാം, അവിടുത്തെ ഡ്രസ്സുകൾ എടുക്കാം, വസ്തുവകളൊക്കെ എടുക്കാം. പക്ഷെ എരികോവിലി ഒന്നും എടുത്തേക്കരുത്. കർത്താവ് പറഞ്ഞു, അത് ശബ്ദാർപ്പിത, അത് നിങ്ങൾ എടുക്കരുത് കേട്ടോ. അവിടുത്തെ വെള്ളിയും സ്വർണവും എല്ലാം ദേവാലയത്തിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആകാൻ കയറി എരികോവിലെ എടുത്തു. അവിടുത്തെ പൊന്നും വെള്ളിയൊക്കെ കണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു? എടുത്തു. ഇതിന്റെ അർത്ഥം എന്താ? ഇവന് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ ഹായ് പട്ടണത്തിൽ നിന്ന് ഇഷ്ടം പോലെ എടുക്കരുത്. അപ്പുറത്ത് യുദ്ധത്തിൽ ജയിക്കുമ്പോൾ മൊത്തം ഇവർക്കുള്ളതാ. ഒരു 2 ദിവസം വരെ വെയിറ്റ് ചെയ്താൽ പോരായിരുന്നു. ഈ ഹായ് എരികോവിനെ കീഴടക്കി പിന്നെ അവര് പോണത് ഹായിലേക്കാ. ആ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഹായ് പട്ടണത്തിൽ നിന്ന് ആകാന്റെ കുടുംബത്തിന് ഇഷ്ടംപോലെ വെള്ളി എടുക്കാം, ഇഷ്ടംപോലെ സ്വർണം എടുക്കാം. പക്ഷെ അതിനു മുമ്പേ പുള്ളി എടുത്തിയായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് നന്മ ഒരുക്കിയിരിക്കുന്ന പ്ലേസ് ഉണ്ട്, അതിനു മുമ്പ് നീ തലക്കച്ചാടരുത്. നിന്നെ ദൈവം അവിടെ കൊണ്ടെത്തിച്ച് അവിടെ നിനക്ക് നന്മ തരും. സ്തോത്രം. ഇസ്രായേലിന് ദൈവം ഹായ് പട്ടണത്തിലെ വെള്ളി മൊത്തം അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്, സ്വർണം മൊത്തം അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അവിടുത്തെ എല്ലാം ഇവർക്ക് കൊണ്ടുപോകാം. പക്ഷെ അതിനു മുമ്പ് ഇവരെടുത്തിയാടി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഈ കാശിനോടുള്ള ആർത്തി കൊണ്ട് തലക്കലെടുത്തിയാടല്ലേ. ദൈവം നിനക്ക് വേണ്ടി ചില നന്മ കരുതിയിട്ടുണ്ട്. നീ ശാന്തമായി പോകുക. നീ എത്തേണ്ട പ്ലേസിലെത്തുമ്പോൾ ദൈവം നിനക്ക് തന്നോളും. ഹല്ലേലൂയ പറഞ്ഞേ. ഈ പട്ടണത്തിലെത്തി യുദ്ധം ചെയ്ത് ജയിച്ചോ പറഞ്ഞു, ഇത് മൊത്തം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് മൊത്തം നിങ്ങൾ എടുത്തോ, അത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയതാ. അതുകൊണ്ട് ദൈവവൈദ്യലേ, ദൈവം നിനക്ക് വേണ്ടി ചില നന്മകൾ ചില സ്ഥലത്ത് ഒരുക്കിയിട്ടിട്ടുണ്ട്. നീ വിശ്വാസത്തിൽ ശാന്തതയോടെ പോകുക. അതിന്റെ അടുത്തെത്തുമ്പോൾ ദൈവം നിനക്ക് അത് ഒരുക്കി തരും. ഇടയ്ക്ക് വെച്ച് കൈയിട്ട് വാരാൻ നോക്കരുത്. ഇടയ്ക്കൂടെ ഈ വളഞ്ഞ വഴി കൂടെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇടയ്ക്കൂടെ നോക്കിയതാണ് എന്ത് ചെയ്തു? ആകാൻ ആരും അറിയാതെ ഇടയ്ക്ക് വെച്ച് പുറത്തെ ആരും അറിയാതെ അടിച്ചെടുക്കാൻ പുള്ളി നോക്കിയതാണ്. അത് വലിയ ഭവിഷ്യത്തെ. അതുകൊണ്ട് ദൈവം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. ആ സമയമാകുമ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ കർത്താവ് തന്നോളൂ. ഹായ് പട്ടണത്തിൽ എത്തിയോ പറഞ്ഞ് ഇവിടുത്തെ എല്ലാം എടുത്തോളം പറഞ്ഞു. ഇവിടുത്തെ മൊത്തം നിങ്ങൾ എടുത്തു. അവിടെ എന്തെല്ലാം ഉണ്ട് അത് എടുക്കാം. ആമേ. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ? പക്ഷേ വലിയ ജയത്തിന്റെ ഉന്നതയിലേക്ക് ഇസ്രായേൽ എത്തി. വലിയ ജയത്തിന്റെ എവിടെയാ? എരികോ മതിൽ ഇടിച്ചവർ അതിന് ജയിച്ചു. ജോർദാനെ അവരെ ഇക്കരെ കടന്ന് 2 കര കവിഞ്ഞൊഴുകിയ ജോർദാനെ അവരെ മുറിച്ച് അതിന് ഇടയ്ക്കൂടെ വഴി വെട്ടി അക്കരെ കയറി അവരതിന് ജയിച്ചു. ചെങ്കടലിനെ അവർ ജയിച്ചു. അങ്ങനെ വലിയ ജയം എടുത്തു വന്ന ജനം ചെറിയ പട്ടണമായ ഹായിൽ തോറ്റുപോയി. ചെറിയ പട്ടണമായ ഹായിലെ തോറ്റുപോയി. സ്തോത്രം. ചെറിയ പട്ടണം അവിടെ അങ്ങ് തോറ്റുപോയി. വലിയ മതിലിടിച്ച് ജോർദാൻ 2 കര കവിഞ്ഞൊഴുകിയപ്പോൾ അതിന്റെ കുറുകെ മുറിച്ച് ഉണങ്ങിയ നിലമുണ്ടാക്കി കയറി വന്ന കൂട്ടരാ ഇവര്. സ്തോത്രം. ചെങ്കടലും എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ നാട്ടി നിർത്തിയുടെ നടുക്കൂടെ കയറി വന്ന കൂട്ടരെ ഈ ചെറിയ പട്ടണത്തിൽ തോറ്റുപോയി. അങ്ങനെ വിജയങ്ങൾ ഒത്തിരി ഉണ്ട്, ചെറിയ പരാജയം. തോറ്റുപോയി. എന്തായാലും കാരണം? ഒന്നാമത്തെ കാരണം ഈ കാശിനോടുള്ള ആർത്തിയാണ്.
ഇവൻ ആർത്തി മൂത്തിട്ട് എന്ത് ചെയ്തു? വളഞ്ഞ വഴി. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾ പലതും പരാജയത്തിൽ കൊണ്ടെത്തിക്കുന്നത് ആവശ്യമില്ലാത്ത ആർത്തികളും പിന്നെ എടുത്തിയാട്ടങ്ങളും ഒക്കെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. ഒരിക്കലും അങ്ങനെ കേട്ടോ. ഇനി മനുഷ്യരിൽ ആശ്രയിക്കരുതേ. എത്തിക്കാൻ നമുക്ക് ആയിപ്പട്ടണത്തിൽ അവർ തോക്കാനുള്ള ചില കാരണങ്ങൾ. ഒന്ന്, അനുസരണക്കേട്. കർത്താവ് എന്ത് പറഞ്ഞു? എരികോവിൽ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു അനുസരണക്കേട് കാണിച്ച് അവിടുത്തെ എല്ലാം എടുത്തുകൊണ്ട് കൂടാരത്തിനകത്തെ അതുകൊണ്ടൊന്ന് ഞാൻ പറയാം, ദൈവവചനത്തിന് അനുസരണക്കേട് കാണിച്ചാൽ നിന്റെ സകല വിജയവും പരാജയത്തിൽ അവസാനിക്കുന്നു. എരികോ മതിലിനെ ജയിച്ച പുള്ളി, യോർദാനെ ജയിച്ച ഇസ്രായേൽ, ചെങ്കടലിനെ ജയിച്ച ഇസ്രായേൽ പരാജയപ്പെട്ടു. ചെറിയ വിഷയത്തിലാണ് പരാജയപ്പെട്ട. 36 പേര് മരിച്ചു. സ്തോത്രം. രണ്ടാമത്തെ അവരുടെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഉടമ്പടി തെറ്റിച്ചു. ദൈവം അവരോട് ഉടമ്പടി ചെയ്തു, ഈ എരികോവിലുള്ളതെല്ലാം ശപഥാർപ്പിതമാണ്, ഇവിടെ നിന്നൊന്നും നിങ്ങൾ എടുക്കരുതെന്ന് ദൈവം ഉടമ്പടി ചെയ്തു. പക്ഷെ അവരത് തെറ്റി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ജനുവരി 1 എടുത്ത ഉടമ്പടി ഉണ്ടല്ലോ, അത് നിറവേറിയില്ലെങ്കിൽ അത് നിനക്ക് വലിയ ദോഷമാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു കേട്ടോ. ഉടമ്പടി തെറ്റിയാൽ ജീവിതം പരാജയത്തിലേക്ക് പോകും. ദൈവം അവർ തമ്മിൽ ചെയ്ത ഉടമ്പടി ആകാൻ തെറ്റിച്ചു, അനുസരണക്കേട് ആകാൻ കാണിച്ചു. രണ്ടാമത് ആകാൻ എന്ത് ചെയ്തില്ല? ദൈവിക അരുളപ്പാടിന് കാത്തിരുന്നില്ല, തലക്കലങ്ങ് ചാടി. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഹായി പട്ടണത്തിൽ ജയിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം എടുത്തോ. ആ അരുളപ്പാട് കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ആകാന്. അതുകൊണ്ട് ചിലർ ഇവിടെയുണ്ട് ദൈവാലോചന ഇല്ലാതെ എടുത്തിയാട്ടക്കാര്, ദൈവാലോചന ഇല്ലാതെ വലതിലും എടുത്തിയാടിയിട്ട് പരാജയപ്പെട്ടിട്ട് ചർച്ചിലെ എന്നെ കുറ്റം പറയില്ല. അല്ലേലിയ പറഞ്ഞേ, ഉള്ള കാര്യം ഞാൻ നേരത്തെ പറയുക. അല്ലേലിയ പറഞ്ഞേ, ഉടമ്പടി തെറ്റിച്ച് ജീവിച്ചേച്ച് ജീവിതം പരാജയപ്പെട്ടിട്ട് നാളെ എന്നെ കുറ്റം പറയല്ലേ. അല്ലേലിയ പറഞ്ഞ് പിന്നെ അനുസരണക്കേട് കാണിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് എന്നെ കുറ്റം പറയല്ലേ. അല്ലേലിയ പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. ആകാൻ അനുസരണക്കേട് കാണിച്ചു, ദൈവം ചെയ്ത ഉടമ്പടി ആകാൻ തെറ്റിച്ചു. മൂന്നാമത് നമ്മൾ എന്താ ചിന്തിച്ചത്? യഹോവയുടെ അരുളപ്പാടിനായി കാത്തിരുന്നില്ല. സ്തോത്രം. അത് വലിയ പരാജയത്തിലേക്ക് പോയി. എത്ര പേര് തീരുമാനിക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ ദൈവാലോചന ഇല്ലാതെ ഞാൻ ഒന്നിനും ഇറങ്ങത്തില്ല? അല്ലേലിയ പറഞ്ഞ്, യഹോവയുടെ അരുളപ്പാട് കിട്ടാതെ ചാടിക്കേറി ഞാൻ ഒന്നും ചെയ്യുകയില്ല, ഞാൻ വെയിറ്റ് ചെയ്യും. ദൈവം എന്നോട് പറയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഇനി ഒരു ഉടമ്പടിയും ഞാൻ തെറ്റിക്കത്തില്ല. ദൈവത്തോട് എടുത്ത ഉടമ്പടികളെല്ലാം ഞാൻ ചെയ്യും. ആകാൻ ആരും അറിയാതെ ഉടമ്പടി തെറ്റിച്ചതാണ് ഈ 22 ലക്ഷം പേരുടെയും പരാജയത്തിന്റെ കാരണം. അല്ലേലിയ പറഞ്ഞ് 36 പേരുടെ മരണത്തിന്റെ കാര്യം ഇതെല്ലാം ഈ ഒരൊറ്റ മനുഷ്യൻ ഉടമ്പടി തെറ്റിച്ചിട്ടാണ്. അല്ലേലിയ പറഞ്ഞ ദൈവവൈതലേ, ദൈവികമായ തീരുമാനങ്ങൾ തെറ്റിക്കുമ്പോൾ, ഉടമ്പടികൾ തെറ്റിക്കുമ്പോൾ നീ മാത്രമല്ല, നിന്റെ ഒപ്പമുള്ള സഭയും നിന്നോടൊപ്പമുള്ള വിശ്വാസികളും നിന്നോടൊപ്പമുള്ള കുടുംബത്തിലെ അംഗങ്ങളും അതിന്റെ പരാജയം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇസ്രായേൽ മൊത്തം പരാജയപ്പെട്ട് ഈ മനുഷ്യൻ ഉടമ്പടി തെറ്റിച്ചിട്ടാ. ഈ ഒറ്റ ഒരുത്തൻ ഉടമ്പടി തെറ്റിച്ചിട്ടാണ് ഇവര് മൊത്തം ഇപ്പൊ പരാജയപ്പെട്ടത്. അപ്പോ ഈ 36 പേര് മരിക്കാൻ കാരണം ഇവൻ ഉടമ്പടി തെറ്റിച്ചിട്ടാ. അല്ലേലിയ പറഞ്ഞേ, ഇവൻ കുറച്ചുകൂടെ ദൈവാലോചനയ്ക്കൊന്ന് കാത്തിരുന്നാ പോരെ. ദൈവം അപ്പുറത്ത് ചെന്നപ്പോ ആലോചന കൊടുത്തില്ല. വെള്ളി എടുത്തോളാൻ പറഞ്ഞില്ലേ, സ്വർണം എടുത്തോളാൻ പറഞ്ഞില്ലേ, എല്ലാം എടുത്തോളാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ദൈവിക ആലോചന ലഭിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചാടിക്കേറി ഒന്നിനും ഇറങ്ങരുത്. മറ്റുള്ളവർ കൂടെ അത് പരാജയമാണ്, കൂടെ ഉള്ളവരുടെ പരാജയപ്പെടും. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഇടവൊരുക്കി കൊടുക്കരുത്. സ്തോത്രം. ആഗോർ താഴ്വരയിൽ എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ് 7-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2-3 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, യോശുവ പറഞ്ഞു,
ആമേ. ഇനി നമുക്ക് ആകാനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആകാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യോശുവയുടെ ജനം, കർത്താവ് പറഞ്ഞു, പാളയത്തിൽ പാപം ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടെ, മതിലിനിടിച്ചത് തോറ്റുപോയേ. സ്തോത്രം. പാളയത്തിൽ പാപമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് അത് വെളിപ്പെടുത്തി കൊടുക്കാൻ അറിയാം, പക്ഷെ കർത്താവ് വെളിപ്പെടുത്തിയില്ല. പാവം പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു, വെളിപ്പെടുത്തിയില്ല. എന്താ വെളിപ്പെടുത്താഞ്ഞത്? കർത്താവിന് അറിയാമല്ലേ ആകാന്റെ കൂടാരത്തിനകത്ത് വെള്ളി ഇരിപ്പുണ്ടെന്ന്. അത് യോശുവയോട് അങ്ങ് പറഞ്ഞാൽ പോരെ? കർത്താവ് പറഞ്ഞില്ല. യോശുവയോട് പറഞ്ഞു, നീ പാളയം ശുദ്ധീകരിക്കാൻ പറഞ്ഞു. അപ്പൊ ആകാൻ പാളയം ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു, പാപം എടുത്തു കളയാം. അപ്പോൾ കുടുംബങ്ങളെ ഓരോ ചീട്ടിടാൻ തീരുമാനിച്ചു, നറുക്കിടുക. ആദ്യത്തെ നറുക്കിട്ടപ്പം ഓരോ കുടുംബങ്ങൾ വരാൻ പറഞ്ഞു. ആദ്യത്തെ കുടുംബത്തെ നറുക്കിട്ടു. പരിശോധിച്ചപ്പം അവരുടെ വീട്ടിലൊന്നും ഒന്നുമില്ല. അപ്പൊ ആകാൻ പറയണ്ടേ, പാസ്റ്ററെ രണ്ടാമത്തെ ചീട്ടിടണ്ട, ഞാനാ എടുത്തത്. പുള്ളി എന്താ വിടാഞ്ഞത്? സ്തോത്രം. ആദ്യത്തെ കുടുംബത്തെ ചീട്ടു വീണപ്പോൾ അദ്ദേഹം പറയണ്ടേ, ഇനി രണ്ടാമത്തെ കുടുംബത്തിന് ചീട്ടിടണ്ട, ഞാനാ എടുത്തെന്ന് അദ്ദേഹം പറഞ്ഞില്ല. സ്തോത്രം. രണ്ടാമത് ചീട്ടിട്ടപ്പോൾ അടുത്ത കുടുംബത്തെ പിടിച്ചു, ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ പിടിക്കുന്നത്. അപ്പൊ പുള്ളി പറയണ്ടേ, ഇനി മൂന്നാമത് ചീട്ടിടണ്ടെന്ന് പറയണ്ടേ, അതും പുള്ളി. അങ്ങനെ ഇപ്പൊ രണ്ടവസരവും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, കുറവേറ്റു പറയാൻ അവസരം കിട്ടുമ്പോൾ പിന്നെ അത് മറച്ചു വെക്കരുത്. എല്ലാരോടും ഞാൻ പറഞ്ഞത്, മറച്ചു വെക്കരുത്. അത് വലിയ ദോഷത്തിലെ അവസാനിക്കത്തുള്ളൂ. ആകാൻ ഇപ്പൊ രണ്ടവസരം തള്ളിയിരിക്കുക. അടുത്ത മൂന്നാമത്തെ കുടുംബത്തിന് ചീട്ട് വീണപ്പോൾ ആകാന്റെ കുടുംബത്തിന് ചീട്ട് വീണു. ആകാന്റെ കുടുംബത്തിന് ചീട്ട് വീണപ്പോൾ ആകാൻ പറയണ്ടേ, പക്ഷെ ഇനിയും ചീട്ടിടണ്ട, ഞാനാ. അന്നേരം പുള്ളി മിണ്ടിയില്ല. ആകാന്റെ അപ്പന് ചീട്ട് വീണു. ഏറ്റവും ഒടുവിലത്തെ ചീട്ട് പുള്ളിക്ക് വീണു. ഇതാദ്യമേ കർത്താവിന് അറിയാൻ മേലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാ? ഇവൻ കുറവേറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ അവസരങ്ങളെല്ലാം കൊടുത്തത്. ആകാൻ അത് ചെയ്തില്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന പദം എന്നറിയോ? ഈ ആകാൻ പിടിക്കപ്പെട്ടപ്പോൾ യോശുവ ചോദിച്ചു, മകനേ, മകനെ എന്നാ വിളിച്ചത്. നമ്മളാണ് വിളിക്കത്തില്ല. 36 പേരെ കൊന്നത് ഇവനാ. ഇവന്റെ പാവം കണ്ട 36 പേര് മരിച്ചു, ഇസ്രായേൽ തോറ്റു, പരാജയപ്പെട്ടു. എന്നിട്ടും യോശുവ അവനെ വിളിച്ചു, മകനെ, നീ ചെയ്ത പാപം എന്താ, നീ ഒന്ന് പറയാൻ. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ വെള്ളിയും പൊന്നും എല്ലാം എടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ആമേ, അത് ശരി. എന്നാൽ ഇവൻ പറഞ്ഞോ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ദൈവം എന്നോട് ക്ഷമിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നെന്ന് പറഞ്ഞ് അവൻ ഏറ്റു പറഞ്ഞോ? പറഞ്ഞില്ല. സ്തോത്രം. അന്നേരമാ പറഞ്ഞത്, ഇവനെ ആഗോർ താഴ്വരെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ആമേ. അനേക അവസരങ്ങൾ ഇവൻ മാനസാന്തരപ്പെടാനും കുറവേറ്റു പറയാനും കർത്താവ് കൊടുത്തിട്ടും ഏറ്റവും ഒടുവിൽ യോശുവ കൊടുത്തു, മകനെ നീ എന്താ ഏറ്റു പറയാൻ പറഞ്ഞപ്പോ ഏറ്റു പറഞ്ഞില്ല. ഇവൻ എന്നാ ക്ഷമ പറയണ്ടേ? ദൈവദാസനെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ അറിയാതെ എടുത്തുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല. ഇവന് യോശുവയോട് പറയണമായിരുന്നു, പാർഷ എനിക്ക് പ്രാർത്ഥിക്കണം. ഇസ്രായേൽ എല്ലാരും കൂടി ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയത്. ഈ പുള്ളി മിണ്ടിയിൽ അന്നേരം പുള്ളി മിടുക്കനായിട്ട് പുള്ളി പറഞ്ഞ്, ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ദൈവ പൈതല് കുറവ് മറച്ചു വെച്ചോണ്ട് ആരും മിടുക്ക് കാണിക്കരുതേ കേട്ടോ. ആരും കുറവ് മറച്ചു വെച്ചുകൊണ്ട് മിടുക്ക് കാണിക്കരുത്. ആ മിടുക്ക് അധികം ദിവസം നിൽക്കത്തില്ല. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ആകാൻ പറഞ്ഞത്. ആമ ഏറ്റവും ഒടുവിലാകാൻ പിടിക്കപ്പെട്ടു. ഞാൻ ഒരിക്കൽ പണ്ട് വേറൊരാളുടെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടായിരുന്നോ? എഫ്രാത്തിലെത്താൻ അല്പദൂരം, 3 കിലോമീറ്ററേ ഉള്ളൂ. റാഹേൽ അമ്മായിപ്പം പുറകെ വന്നു, യാക്കോ അല്ല ഇവിടെ അപ്പൻ. ഉടനെ അവള് പറഞ്ഞു, അപ്പാ എനിക്ക് സ്ത്രീകൾക്കുള്ള പതിവ് ഇങ്ങോട്ട് വരരുത്. കള്ളം എന്നാന്നറിയോ? അപ്പന്റെ ബിംബം വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറി ഇരിക്കുക.
അപ്പം കാണാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളവാ. ആ പാവം മനുഷ്യൻ അത് വിശ്വസിച്ചു. അയാൾ പുറത്തു വീണു. അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്മായിപ്പൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഭർത്താവിനെ വിളിച്ചത്, അച്ചായ ഒരബദ്ധം പറ്റി, എനിക്ക് ഇതിനോട് ഇഷ്ടമാണ്, ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, അതങ്ങ് തിരിച്ചു കൊടുക്കണ്ടേ. കൊടുത്തില്ല. വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊടുത്തില്ല, വഴിക്ക് വെച്ച് കൊടുത്തില്ല, അപ്പം പോയി കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കൈ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉൽപ്പത്തി 35-ാം അധ്യായത്തിൽ വരുമ്പോൾ എല്ലാരും കരിവേലകത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു? കരിവേലകത്തിന്റെ ചുവട്ടിലെ അവരുടെ കുണുക്കുകളും ദേവന്മാരെ എല്ലാം ഊരിയെടുത്ത് മൂടിയപ്പോഴും ഈ പുള്ളിക്കാരത്തി മൂടിയില്ല. അന്നേരം എന്ത് ചെയ്തു? ഈ സാധനം മറച്ചു വെച്ചു. എഫ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ പ്രസവ വേദന ഉണ്ടായി. ആ റോഡിൽ കിടന്ന് മരിച്ചു. ഇസ്രായേലിന്റെ പിതാമുഖിയാണ്. മരിച്ചത് പുറമ്പോക്കി കിടന്നാണ്. ശവം അടക്കിയത് പുറമ്പോക്കിലാണ്. എന്നാൽ സാറായ ശവം അടക്കിയത് അബ്രാഹാം വിലക്ക് മേടിച്ച ശവക്കോട്ടയില. ഹല്ലേലൂയ പറഞ്ഞേ. അബ്രാഹാമിനോട് കൂടെ റിബേക്കയോട് കൂടെയൊക്കെയാണ് സാറായി, റിബേക്കായി ഒക്കെ, ലേയൊക്കെ അവിടെ ശവം അടക്കുമ്പോൾ ഇസ്രായേലിന്റെ പിതാമുഖിയായ റാഹേല് പുറമ്പോക്കിലാണ് ശവം അടക്കിയത്. നല്ല ശവടക്ക് കിട്ടിയില്ല. എന്താ കാര്യം? ആകാനെ പോലെ. അതുകൊണ്ട് ദൈവമക്കള് കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇവിടെ നിരപ്പ് പ്രാപിക്കണം. ആഗോർ താഴ്വര കടക്കുമ്പോൾ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ആഗോർ താഴ്വരയിൽ ഒരു കൂമ്പാരം ഇങ്ങനെ കൂട്ടി ഇവരക്കരെ അപ്പുറത്ത് കിടന്നു. ആ കൂമ്പാരം എന്തിനെ കാണിക്കുന്ന? കുറവ് മൂടിയേക്കുക. അവിടെ നിരപ്പ് പ്രാപിച്ച സ്ഥലമാ, വെള്ളം കുഴിച്ചു മൂടിയ സ്ഥലമാ. അതുകൊണ്ട് ഈ ആരാധനയിൽ ഒരു കൂമ്പാരം കൂട്ടിവെച്ച പോലെ. എന്തോ കൂമ്പാരം? കുറവെല്ലാം ഇവിടെ ഇറക്കി വെക്കുന്നു, ഇവിടെ കുറ്റങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു, ഇവിടെ അനുസരണക്കേട് ഇറക്കി വെക്കുന്നു, ഇവിടെ പാപം ഇറക്കി വെക്കുന്നു. സകലതും ഇറക്കി വെച്ചിട്ട് ഞാനത് എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ കൂമ്പാരം. മക്കള് വരും കാലങ്ങളിൽ ചോദിക്കും, എന്താ അപ്പച്ച ആ ആഗോർ താഴ്വരെ കാണുന്ന കൽക്കുമ്പാരം? അപ്പൊ പറയും, മക്കളെ നമ്മുടെ പിതാക്കന്മാർ അവിടെയെല്ലാം ഇട്ടുമൂടിയ സ്ഥലമാണ്. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മുടെ പിതാക്കന്മാർ അവിടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം കുഴിച്ചു മൂടി ശുദ്ധീകരിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വിടുതൽ പ്രാപിച്ചത്. അതുകൊണ്ട് ഈ ആരാധനയില് ഒരു ശുദ്ധീകരണത്തിന്റെ ആരാധനയായി മാറിക്കോട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ പോവുക കേട്ടോ. 8-ാം അധ്യായത്തിൽ അവർ ജയിച്ചു. ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയുന്നു, തോറ്റ സ്ഥാനത്ത് സെക്കൻഡ് ചാൻസ് കർത്താവ് കൊടുത്തു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് തരുന്നു, ഈ ആരാധനയിലെ എല്ലാ കുറവുകളും ഇവിടെ കുഴിച്ചു മൂടി ഒരു ശുദ്ധീകരണം പ്രാപിച്ച് പുതിയ തീരുമാനത്തോടെ മുൻപോട്ട് പോകുന്നെങ്കിൽ സെക്കൻഡ് ചാൻസ് ദൈവം തുറക്കും. എവിടെയാണ് തോറ്റത്? എവിടെയാണ് പരാജയപ്പെട്ടത്? എവിടെയാണ് വഴി അടഞ്ഞുപോയത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തില് ആമേൻ ദുഃഖമുണ്ടായത്? എവിടെയാണ് സങ്കടമുണ്ടായത്? അവിടെ ദൈവം സന്തോഷത്തിന്റെ വാതിൽ തുറക്കും. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാരും ചില തീരുമാനങ്ങൾ എടുത്ത് ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ ഇനിയുള്ള കാലം ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം